12ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന അസീസിയിലെ ഫ്രാൻസിസ് പുണ്യവാളൻ ആധുനിക സമൂഹത്തിന് ലളിത ജീവിതത്തിന്റെയും പ്രകൃതി സ്നേഹത്തിന്റെയും ഉത്തമ മാതൃകയായിക്കൊണ്ട് സമകാലികനാവുകയാണെന്ന് കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പറഞ്ഞു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ 800ാം ചരമവാർഷിക സ്മരണയിൽ കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വർഷം നീളുന്ന സവിശേഷ ജൂബിലിയുടെ രൂപതാതല ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ്. 400 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം രൂപത നയിച്ചിരുന്ന ഫ്രാൻസിസ്കൻ മിഷണറിമാർ സമാധാന പ്രാർത്ഥന നടത്തിയിരുന്ന ഓലിക്കര മെത്രാസന ചാപ്പലിൽ നടന്ന സമ്മേളനത്തിൽ വികാരി ജനറൽ മോൺസിഞ്ഞോർ ബൈജു ജൂലിയൻ അധ്യക്ഷത വഹിച്ചു. കപ്പൂച്ചിൻ സഭാംഗം ഫാദർ ജോസഫ് അംബ്രോസ്, FIS സഭയുടെ കേരള ഘടകത്തിന്റെ പ്രൊവിൻഷ്യൽ സിസ്റ്റർ സെൽമ മേരി, മിനിസ്ട്രി കോർഡിനേറ്റർ ഫാദർ ജോസ് സെബാസ്റ്റ്യൻ, ചാൻസലർ ഫാദർ ജെറി ഐസക്, ശ്രേഷ്ഠ അൽമായർക്കുള്ള മാർപ്പാപ്പയുടെ അംഗീകാരമുദ്ര ലഭിച്ച പ്രൊഫസർ വർഗീസ്, ജെയിൻ ആൻസിൽ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് നെറ്റോ, കരുത്തുറ ഇടവക സെക്രട്ടറി ഡാൽവിൻ, ബെൻസിഗർ ആശുപത്രി ഡയറക്ടർ ഫാദർ ബിനു തോമസ്, രൂപത PRO ഫാദർ ലാസർ S പട്ടക്കടവ് എന്നിവർ പ്രസംഗിച്ചു.